ഇറങ്ങി. ആരത്? ആരത്? എന്താ? കുട്ടിയായിരുന്നു, ഞാൻ പേടിച്ചു പോയല്ലോ. മായ പോന്നു. സോറി, ഞങ്ങൾ ഉറങ്ങിപ്പോയി. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ഞങ്ങളോട് ക്ഷമിക്കണം. പോലീസിന്റെ കണ്ണിപ്പെടാതെ വിളിച്ചിരിക്കാൻ മറ്റൊരു വഴിയും കാണാഞ്ഞിട്ടാ. ഇവിടെ ആവുമ്പോ ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നാട് മുഴുവൻ ഓടി നടക്കായിരുന്നു ഞങ്ങള്. ആരുടെയും കണ്ണിപ്പെടാതെ ഇതിനകത്ത് വന്ന് കയറിപ്പെടാതെ ശ്വാസം നേരെ വീണത്. പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ നിങ്ങൾ എങ്ങനെ കയറി? അതല്ലേ രസം. പൂട്ടിന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ വരുമ്പോ ദാ പുറകുവശത്തെ വാതില് തുറന്ന് മലർന്ന് കിടക്കുകയായിരുന്നു. അതുവഴിയില്ലേ ഞങ്ങൾ കയറിയത്. വാതില് ഞാൻ പൂട്ടിയതാണല്ലോ. ഏയ് ഇല്ല, ഞങ്ങളെന്തിനാ കള്ളം പറയുന്നത്? ഹോസ്പിറ്റലിൽ പോകാനുള്ള വെപ്രാളത്തിൽ മറന്നാവും. ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൂട്ടിയതാ. എന്തായാലും ഞങ്ങൾ വന്ന് കയറിയത് ഭാഗ്യമായി. ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ വല്ല കള്ളന്മാരുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ചേച്ചി, ചേച്ചി, എന്താ എന്താ മയെ? ആരോ റൂമിൽ കയറിയിട്ടുണ്ട്. എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക. അയ്യോ, ഞങ്ങളല്ല. അകത്തോട്ടൊന്നും ഞങ്ങൾ കയറിയിട്ടേ ഇല്ല, സത്യം. വിശന്നപ്പ അടുക്കളയിൽ കയറി 2 കഷ്ണം തൊട്ടിയെടുത്ത് തിന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തൊട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് ഇനിയും മാറിയില്ലേ കുഞ്ഞെ മുത്തച്ഛനോടുള്ള പിണക്കം? ഇനി മുത്തച്ഛൻ എന്താ വേണ്ടത്? ചെയ്തു പോയ തെറ്റിന് 1000 മാപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നിനു പോലും ഒരു മറുപടിയും കിട്ടിയില്ല. മുത്തച്ഛൻ അയച്ച സമ്മാനങ്ങളോ പണമോ ഒന്നും കൈപ്പറ്റാനുള്ള മനസ്സ് പോലും എന്റെ കുട്ടി കാണിച്ചില്ലല്ലോ. എന്റെ കൊച്ചുകുട്ടനോട് ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയും കടുത്ത ശിക്ഷ കിട്ടണോ? ഇനിയൊന്നും താങ്ങാനുള്ള കരുത്ത് ഈ മുത്തച്ഛനില്ല. ഒരേ ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. മരിക്കും മുമ്പ് എന്റെ കൊച്ചുകുട്ടന്റെ കുഞ്ഞിനെ മുത്തച്ഛനൊന്ന് കാണണം. കാത്തിരിക്കുന്നു സ്വന്തം മുത്തച്ഛൻ. ഇത് മുത്തച്ഛന്റെ കൊച്ചൂട്ട് പാവമായിരുന്നു എന്റെ അച്ഛൻ. സ്നേഹിച്ച സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റേ അച്ഛൻ ചെയ്തുള്ളൂ. മുത്തച്ഛനെ ധിക്കരിച്ചതിന്റെ ദേഷ്യമായിരുന്നു അച്ഛനോട്. അതിനൊരുപാട് സഹിക്കേണ്ടി വന്നു അച്ഛന്. അമ്മ മരിച്ചപ്പോ ഒന്ന് വരാൻ പോലും മുത്തച്ഛൻ കൂട്ടാക്കിയില്ല. അമ്മയുടെ മരണമാണ് അച്ഛനേറെ തളർത്തിയത്. പിന്നെ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമായിരുന്നു. മുത്തച്ഛന്റെ മനസ്സ് മാറാൻ അച്ഛന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു. മായയില്ലേ ഇവിടെ? ഉണ്ടടോ. എന്തിനാ? മായ കൊല്ലാനാണോ? പറയടോ, താനാരാ? അവക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതണ്ട. ഞാൻ മായയുടെ മുത്തച്ഛന്റെ വക്കീലാ. ഇവിടെ വരുമ്പോ മായ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും ഞാൻ കരുതിയില്ല. മായയുടെ മാത്രമല്ല, എന്റെ ജീവനും ഇപ്പൊ അപകടത്തിലാണ്. ഒരു മനുഷ്യായുസിന് താങ്ങാനാവാത്ത വേദന മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞ നമ്പ്യാർ അദ്ദേഹത്തിന് കൂട്ടിനെന്നും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വന്ന് കാണാൻ പോലും മായ കൂട്ടാക്കുന്നില്ലെന്ന് കണ്ടപ്പോ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമെന്നോണം സ്വത്തുക്കളുടെ ഒരു ഭാഗം മായയുടെ പേർക്ക് എഴുതി വെക്കുകയായിരുന്നു.
എന്താ വിഷ്ണു? ഏയ് എഴുന്നേൽക്കണ്ട. നടക്കാൻ പാടില്ലാത്ത നടക്കുന്നു എന്നറിയുമ്പോ ഒരു വിഷമം. അങ്ങനെ എന്താ ഇപ്പോ? ഈ വയസ്സാം കാലത്ത് മുത്തച്ഛനൊരു തെറ്റുപറ്റുന്ന സ്വാഭാവികം. പക്ഷേ അത് തിരുത്തേണ്ടത് എന്റെ കടമയല്ലേ? അതെ, എനിക്ക് തെറ്റുപറ്റി. അത് തിരുത്താൻ ഞാൻ തയ്യാറായതുമാണ്. പക്ഷെ നീ സമ്മതിച്ചില്ല. എന്റെ കൊച്ചൂട്ടൻ മരിച്ചപ്പോ അവന്റെ ശവം പോലും കാണാൻ നീ എന്നെ അനുവദിച്ചില്ല. കണ്ടോ കണ്ടോ, ഇപ്പൊ കുറ്റം എന്റേതായി. മുത്തച്ഛനെ ധിക്കരിക്കാത്ത മകന്റെ കുട്ടിയാ ഞാൻ അനുവദിച്ചില്ല എന്നത് ശരി തന്നെയാ. പക്ഷെ മുത്തച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും അന്വേഷിക്കാത്ത ആ കൂട്ടരോട് മുത്തച്ഛൻ എന്താ ഇത്ര സ്നേഹം? അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ മായ. നിന്നെ പോലെ അവൾക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ട്. ആയിക്കോട്ടെ, എനിക്കെന്ത് വിരോധം. പക്ഷെ ഇത്രയും കാലം ഇക്കണ്ട സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഞാൻ നോക്കി നടത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം അതൊക്കെ നഷ്ടപ്പെടുവാന്ന് വെച്ചാല് സഹിക്കാൻ പറ്റുമോ മുത്തച്ഛ? ഇല്ല, പറ്റില്ല. നിനക്ക് അവകാശപ്പെട്ടതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞില്ലേ? എല്ലാം തന്നില്ലല്ലോ, ഇനിയും ബാക്കിയില്ലേ? അതും കൂടി എനിക്ക് വേണം. അതിന് മുത്തച്ഛൻ ഇതിലൊരു ഒപ്പിട്ടാ മാത്രം മതി. ഇല്ല, ഞാൻ ചത്താലത് നടക്കില്ല. അത് വെറുതെ, ചത്താ ചിലപ്പോ നടക്കും. വക്കീൽ സാർ ഇത് എവിടായിരുന്നു? ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. എന്തിന്? മുത്തച്ഛന് അസുഖം കൂടുതലാ. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് മായയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. എവിടെയായാലും എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞാ ഞാൻ വന്നത്. എവിടെയെന്ന് പറഞ്ഞാ കണ്ടുപിടിക്കുക? അവളുടെ വിലാസം വക്കീലിനറിയോ? ഇല്ല. ശരിക്കും അറിയില്ല. മായയെക്കുറിച്ച് പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. കൂടുതലൊന്നും അറിയില്ല. സാരല്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി കണ്ടുപിടിച്ചാലും അവളൊരു പക്ഷെ വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? മുത്തച്ഛൻ അവളുടെ പേർക്ക് കുറച്ചെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ വിൽപത്രം ഇവിടെ ഇരിപ്പില്ലേ? ചിലപ്പോ അത് കാണിച്ചാലെങ്കിലും അവളുടെ മനസ്സ് മാറിയെന്നിരിക്കും. അതിങ്ങിട്ടത്തെ. അത് ആ വിൽപത്രം ഇവിടെ ഇല്ലല്ലോ, മുത്തശ്ശന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓ, അത് ശരി. എനിവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ, മായയില്ലേ? മായയോടൊരു കാര്യം പറയണം. അവളുടെ ജീവൻ അപകടത്തിലാ, സൂക്ഷിക്കണം. തനിക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. പറ, എവിടെ അവൾ? ഞാൻ പറയില്ല. ഞാൻ പറയും. പറയിപ്പിക്കാൻ എനിക്കറിയാം. എന്റെ സ്വഭാവം എനിക്കറിയില്ല. അറിയാം, എല്ലാം എനിക്കറിയാം. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. തന്നെ കൊണ്ട് പറയിപ്പിച്ചേ ഞാൻ അടങ്ങൂ. ഇത്രയും നാൾ ആശുപത്രിയിൽ അവന്റെ തടവിലായിരുന്നു ഞാൻ. മായയുടെ വിലാസം തിരക്കി എന്നെ കൊല്ലാക്കൊല ചെയ്തു. ഒരുവിധം രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു. നടന്നതെല്ലാം ഞാൻ പോലീസിൽ അറിയിക്കാൻ പോവാണ്. അവൻ പിടിയിലാകുന്നതുവരെ മായ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അച്ഛന്റെയും മുത്തച്ഛന്റെയും മരണം പോലെ മറ്റൊരു സ്വാഭാവിക മരണം കൂടി അവന് സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ വരട്ടെ.